പൊതുവെ ഈ കഥകളിലൊക്കെ ക്യാരക്ടേഴ്സ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ, നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറം എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. ആ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു പരിപാടി ഭയങ്കര ബ്രില്യൻ്റ് ആയിരുന്നു, ആ ഒരു ട്വിസ്റ്റ് നല്ല രീതിയിൽ വർക്കായി എന്നൊക്കെ തോന്നുന്നില്ലേ? അത് ആ ഒരു ഫീല് നമുക്ക് തരുന്ന ചെറിയൊരു സാധനം വെച്ച് വലിയൊരു ട്വിസ്റ്റ് റിവീലാക്കി തരുന്ന ഒരു കിഡിലം പടമാണിത്. മെൻ്റൽ ഹെൽത്ത് അത്ര ഓക്കെ അല്ലാത്ത ആങ്സൈറ്റി, ഡിപ്രഷൻ, മറ്റത് മറിച്ചത് അങ്ങനെ ഇങ്ങനെ കുറേ നമ്മളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. നോ ഓഫൻസ്, ചെറിയ ചില ഡയലോഗ്സും ചില ക്യാരക്ടേഴ്സിൻ്റെ പെരുമാറ്റവും ഒക്കെ ആരെങ്കിലുമൊക്കെ മോക്കുന്ന പോലെ തോന്നിയേക്കാം. ഇന്നേ വരെ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഫേസ് ചെയ്തിട്ടില്ലാത്ത ആളെന്ന നിലയിൽ എനിക്കിതിനെപ്പറ്റി അറിയില്ല. സംഭവം കിടിലം പടമൊക്കെയാണ്. ചില ക്യാരക്ടേഴ്സ് ഉണ്ടാക്കി വെക്കുന്ന വലിയൊരു പുകമറയും അതിങ്ങനെ റിവീലാക്കി വരുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോയി സിനിമ കണ്ടോട്ടെ എന്ന് ചോദിച്ചാൽ, ഈ ഡയലോഗ് ബേസ്ഡ് സിനിമകളൊക്കെ ഇഷ്ടമാണെങ്കിൽ, കോർട്ട് റൂം ഡ്രാമ, കൺഫെഷൻ ഡ്രാമ, ഇന്റർവ്യൂ ടൈപ്പ് ഫിലിംസ്, കോൺഫ്രണ്ടേഷൻസ്, ഇമാതിരി സാധനങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കാം. ഈ പടത്തിൻ്റെയും 80% അങ്ങനെയൊക്കെ തന്നെയാണ്. ഓരോ മൊമെൻറ്റും വളരെ ശ്രദ്ധിച്ചിരുന്ന് കാണുവാണെന്നുണ്ടെങ്കിൽ ഒരു കിഡിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ലൊരു മ്യൂസിക്കും അതിനോടൊപ്പം ഒരു ഫ്ലാറ്റൊക്കെയാണ് ആദ്യം കാണിച്ചു തരുന്നത്. മ്യൂസിക് കേൾക്കുമ്പോൾ എന്തോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സംഭവം കാണിക്കാൻ പോകുന്നു എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുമ്പോഴാണ് അവിടെ കുറേ ബ്ലഡും ആ ബ്ലഡിൽ ചവിട്ടി ആരോ നടന്നു പോയിരിക്കുന്നതിൻ്റെ കാൽപ്പാടുകളും ഒക്കെ കാണിച്ചു തരുന്നത്. അതേ അപ്പാർട്ട്മെൻറ്റിൽ ഒരു ഗിഫ്റ്റ് ബോക്സ് വെച്ചിരിക്കുന്നത് കാണിച്ച് കട്ടായാൽ 3 മാസങ്ങൾക്ക് മുമ്പ് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് നന്നായിട്ട് ഒരുങ്ങി കാറിൽ നിന്ന് പുറത്തിറങ്ങി നേരെ ജയിലിലേക്ക് പോകുന്ന ഈ എമിലി ഉണ്ടല്ലോ, ഇവരാണ് നമ്മുടെ കഥാനായിക. എന്തിന് ജയിലിൽ പോയെന്ന് വെച്ചാൽ പുള്ളിക്കാരുടെ ഹസ്ബൻഡ് ജയിലിലാണേ. നാളെ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അദ്ദേഹത്തെ ഒന്ന് കാണാൻ ചെന്നു, മീറ്റ് ചെയ്തു, സംസാരിച്ചു. എന്നിട്ട് നേരെ എമിലി വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ വന്ന് അവളുടെ ബോസിനോട് ഇന്നപോലെ നാളെ തൻ്റെ ഹസ്ബൻഡ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുവാണ്, നാളെ ജോലിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ബോസിനും എമിലിയുടെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. സോ നീ വെയിറ്റ് ചെയ്തിരുന്ന ദിവസം നാളെയാണല്ലേ, ഭയങ്കര ഹാപ്പി ആണല്ലോ, ഏതായാലും നാളെ അദ്ദേഹം പുറത്തിറങ്ങുമല്ലേ എന്നൊക്കെ പറയുമ്പോൾ എന്ത് കാരണത്താലാണ് ആ പുള്ളിക്കാരൻ ജയിലിൽ പോയതെന്ന് ഇവൾ ഷെയർ ചെയ്യും. സംഭവം ഒരു ചെറിയതല്ലാത്ത വലിയൊരു കുറ്റമാണ്. നമ്മുടെ നാട്ടിലും ഒരുപാട് പേര് ചെയ്തുകൊണ്ടിരിക്കുന്ന, പൊളിറ്റീഷ്യൻസും വലിയ വലിയ സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകളൊക്കെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന, അങ്ങനെയാണെന്ന് പലയിടത്തും ആരോപിക്കപ്പെടുന്ന, കണ്ടുപിടിക്കാൻ ഏറെ പ്രയാസമുള്ള ഒരു കേസ് ഇൻസൈഡർ ട്രേഡിംഗ്. ഓർമ്മയില്ലേ? കേതൻ പരേഖ്, രാകേഷ് ജുൻജുൻവാല, റിലയൻസ് പെട്രോ ഇൻവെസ്റ്റ്മെന്റ്, NDTV. ലാസ്റ്റ് ഇലക്ഷനിൽ പോലും രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിലൊക്കെ കോമൺ ആയിട്ട് ആരോപിക്കപ്പെടുന്ന ഒന്നാണ് ഇൻസൈഡർ ട്രേഡിംഗ്. വലിയ വലിയ ഹെഡ്ജ് ഫണ്ട് കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് ചോർത്തി അവർക്ക് മുന്നെയോ അവരോടൊപ്പമോ ഇൻവെസ്റ്റ് ചെയ്ത് കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന ഒരു പരിപാടി. ഇത് വലിയൊരു ക്രൈമാണ്. സാധാരണക്കാരെ, റീറ്റെയിൽ ട്രേഡേഴ്സിനെ പറ്റിക്കുന്നതാണ്. ഇത്തരത്തിലൊരു പറ്റിക്കലും ബിസിനസ്സും നമ്മുടെ എമിലിയുടെ ഹസ്ബൻഡ് മാർട്ടിൻ നടത്തിയതുകൊണ്ട് അയാൾ ജയിലിലായി. പിടിക്കപ്പെട്ടതുകൊണ്ട് മാത്രം ജയിലിലായി. ഇതിൽ നിന്ന് തന്നെ മാർട്ടിൻ ഒരുപാട് കോൺടാക്ട്സ് ഉള്ള വ്യക്തിയാണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. തൊട്ടടുത്ത ദിവസം അവൻ റിലീസായി. നമ്മുടെ എമിലിയും മാർട്ടിന്റെ അമ്മ, അതായത് എമിലിയുടെ അമ്മായിയമ്മയും ചെന്ന് അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. മാർട്ടിൻ കാണിച്ചത് വലിയൊരു ക്രൈം ആണെങ്കിലും ആള് ഭയങ്കര ബിസിനസ് മൈൻഡ് സെറ്റ് ഉള്ള ആളാണ്. ഒരു കേസിൽ പെട്ട് അകത്തായി എന്ന് വെച്ച് ആൾ അടങ്ങിയിരിക്കൂല. വീട്ടിൽ വന്ന് കുറേ നാൾ ജയിലിൽ കിടന്നതിന്റെ ക്ഷീണമൊക്കെ മാറ്റി ശരിക്കും ഒന്ന് ക്ഷീണിച്ചിട്ട് പുള്ളിക്കാരൻ അടുത്ത ബിസിനസ് തുടങ്ങാൻ പോവാണെന്ന് പറഞ്ഞു. വീണ്ടും പഴയ ഉടായ്പൊരാട് തന്നെ. ജയിലിൽ വെച്ച് പുതിയ സുഹൃത്തിനെ കിട്ടി, അയാൾക്ക് കൂടുതൽ കണക്ഷൻസ് ഉണ്ട്, അതുപയോഗിച്ച് പഴയ പരിപാടി തന്നെ ചെയ്യാവുന്ന. പാവം എമിലിക്ക് എങ്ങനെ ഉണ്ടാവും? ഇനിയെങ്കിലും നല്ല എന്തെങ്കിലും ജോലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സോ ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചാൽ ഇവൻ വീണ്ടും പഴയ ഉടായ്പ പരിപാടി തന്നെ ചെയ്യാവുന്ന. അവനോട് ഇതേപ്പറ്റി സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. പുള്ളിക്കാരൻ തീരുമാനമെടുത്താൽ അങ്ങനെയാണ്. എമിലി അങ്ങ് ഡൗൺ ആയെന്ന് തന്നെ പറയാലോ. വീണ്ടും ഇവൻ ഇതുപോലെ പിടിക്കപ്പെടുമോ, പാസ്റ്റ് പിന്നെയും റിപ്പീറ്റ് ആകുമോ, ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരുമോ എന്നൊക്കെയുള്ള ചിന്ത കാരണം പലപ്പോഴും അവളുടെ കയ്യിൽ നിന്ന് പോകാറുണ്ട്. ഇപ്പം തന്നെ പാർക്കിംഗ് ലോഡിലൂടെ നടന്നു പോയപ്പോൾ അതേ സാധനങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോയി. അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഓടി വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ശരിക്കും പുള്ളിക്കാരി ഭയങ്കര വിഷമം പിടിച്ചൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ചിലരങ്ങനെയാണ്. വിഷമം വന്നാൽ ആരോടും ഷെയർ ചെയ്യുക പോലുമില്ല, ആരോടും ഷെയർ ചെയ്യാൻ തോന്നത്തില്ല അവർക്ക്. മനസ്സിൽ കൊണ്ട് കടന്ന് അത് വലിയ പ്രശ്നമാക്കി പിന്നെ ഭാവിയിൽ എന്തെങ്കിലും വലിയ വലിയ അബദ്ധങ്ങളിൽ പോയി ചാടും. ഇവിടെ നമ്മുടെ എമിലിയും പുള്ളിക്കാരുടെ വിഷമം കാരണം പിന്നെ എന്തൊക്കെയോ മനസ്സിൽ ചിന്തിച്ച് ആകെ മൊത്തം അലമ്പായി കാറിൽ കയറിയിട്ട് ആക്സിലേറ്റർ കൊടുത്ത് സ്റ്റിയറിംഗ് പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു. തിരിക്കേണ്ടടുത്ത് തിരിച്ചില്ല. ഒരു മെഗാ ആക്സിഡന്റ്. ശരിക്കും പുള്ളിക്കാരി ഇടിച്ചു കയറ്റിയതാണ്. ആ മൊമെന്റിൽ പുള്ളിക്കാരുടെ മനസ്സ് അങ്ങനെ ആയിപ്പോയി. അതിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടത് ഭാഗ്യം. ദെൻ ഹോസ്പിറ്റൽ. നമ്മുടെ ഹീറോ ആണ് ഇവിടുത്തെ ഡോക്ടർ ജോനത്തൻ. സൈക്കാട്രിസ്റ്റ് ആണ്. എമിലിയെ മീറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. എനിക്കറിയാലോ നിങ്ങളുടെ ശരീരം മുഴുവൻ ഇപ്പോൾ നല്ല വേദനയുണ്ടെന്ന്. ഞാൻ ചോദിക്കുന്നത്, ആക്സിഡന്റ് ഉണ്ടാവുന്നതിന് മുമ്പ് നിങ്ങൾ എങ്ങനെയായിരുന്നു? നിങ്ങൾക്ക് തലയിൽ ഒരു ഭാരം പോലെ ഫീൽ ചെയ്തിരുന്നോ? എമിലി പറയൂ, നിനക്ക് അവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. വേണമെങ്കിൽ സ്റ്റിയറിംഗ് വീലിൽ പിടിച്ച് ഇങ്ങനെ തിരിക്കായിരുന്നു, അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ടായിരുന്നു. ഇതൊന്നും ചെയ്യാതെ ആ ഭിത്തിയുടെ ഭംഗി നോക്കി ആസ്വദിച്ചിരുന്ന എന്തിനാ? ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് തന്നെ നീ ഒട്ടും ഓക്കെ അല്ലാത്ത പോലെയാണ് ബിഹേവ് ചെയ്തതെന്നാണ് അവിടുത്തെ സെക്യൂരിറ്റി ഒക്കെ പറഞ്ഞത്. പറയുമില്ലേ, എന്താ ആക്ച്വൽ പ്രശ്നം? എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ തോന്നിയത്? ജീവിതം അവസാനിപ്പിക്കാനും മാത്രം എന്തെവിടെ പ്രശ്നം ഉണ്ടായേ? എമിലി ഇതിനൊന്നും മറുപടി പറയുന്നില്ല. ജോൺ കുറച്ച് നാൾ ഇവളോട് ഇവിടെ തന്നെ നിന്നോ, ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് പോകാമെന്ന് പറയുക. അയ്യോ ഡോക്ടർ, അത് പറ്റില്ല. അതെന്താന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് ജയിലിലായിരുന്നു. 4 വർഷം കഴിഞ്ഞ് ഇപ്പോഴും അദ്ദേഹം റിലീസായത്. മാത്രമല്ല ഇപ്പോൾ ഫാമിലിയിലെ ഏക വരുമാന മാർഗ്ഗം ഞാനാണ്. അപ്പം നിങ്ങൾ എന്നെ ഇവിടെ പിടിച്ചിട്ട് അതും ഈ സമയത്ത് ഒട്ടും പറ്റില്ല ഡോക്ടർ. എനിക്ക് വട്ടൊന്നുമില്ല. ആ കാറ് കയറി ഒരു നിമിഷം എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഇവിടെ തുടരാൻ പറയാതെ ഓരോ വീക്കും 2-3 തവണ ഞാൻ എൻ്റെ ജോലിക്കിടയിൽ തെറാപ്പി സെഷന് വരാം. ഇപ്പോഴത്തെ സാഹചര്യത്തിലും എനിക്ക് ജോലിയൊന്നും ചെയ്യാതെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പറ്റില്ല ഡോക്ടർ. എമിലി പറയുന്നതിലൊരു പോയിന്റ് ഉണ്ടല്ലോ, ജീവിതം മുന്നോട്ട് പോകണ്ടേ?
പോണ്ടേ, പൈസ വേണ്ടേ? ഇപ്പം അവളുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവളുടെ ബ്രെയിൻ അവളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൾ വിഷമത്തിലാണ്, അവൾക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ടെന്ന്. അതിനെ ഓവർകം ചെയ്യാൻ പറ്റണം. തെറാപ്പി സെഷൻ കൊണ്ട് മാറാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എന്നൊക്കെയാണ് തെറാപ്പിക്ക് വരേണ്ടതെന്ന് എഴുതി കൊടുത്തു, കഴിക്കാൻ ഗുളികയും കൊടുത്തു. തൽക്കാലം ആ ഗുളിക ഹെൽപ്പ് ചെയ്യും, അവൾക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്ന ആ ഒരു ഫീലില്ലേ, അതിനെ ഒരു പരിധിവരെ ആ ഗുളിക കൺട്രോൾ ചെയ്യുമെന്ന് പറഞ്ഞു കൊടുത്തു. തുടർന്ന് ജോലിക്ക് പോകുന്നു. ലൈഫ് വീണ്ടും നോർമലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ പുള്ളിക്കാരി കഴിക്കുന്ന ഗുളികയ്ക്ക് ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട്. ലേസിയാക്കും, എപ്പോഴും വൊമിറ്റ് ചെയ്യാൻ തോന്നും. ഈ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ഇവൾക്ക് വർക്കിൽ അത്ര അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റുന്നില്ല. എമിലിയുടെ ബോസ് ഇത് കണ്ടിട്ട്, ഓ നീ ഈ ഗുളിക അല്ല കഴിക്കുന്നേ, ഇതാണ് പ്രശ്നം, വേറെ ഏതെങ്കിലും ട്രൈ ചെയ്ത് നോക്ക്, ഡോക്ടറോടൊന്ന് സംസാരിച്ച് നോക്കുക എന്ന് പറഞ്ഞു. ദെൻ എമിലിയും സെഷൻ ചെയ്യുന്നു. പുള്ളിക്കാരുടെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അവിടെ പറയുന്നുണ്ട്. ചെറുപ്പം മുതലേ പടം വരയ്ക്കാൻ താല്പര്യമായിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നോട്ടീസ് ചെയ്ത് വെച്ച് വരയ്ക്കും. ആളുകളുടെ മുഖങ്ങൾ, അതും മുമ്പ് എപ്പോഴോ കണ്ടിട്ടുള്ള മുഖങ്ങൾ പോലും കൃത്യമായി ഓർത്തെടുത്ത് വരയ്ക്കാൻ പറ്റുമെന്ന് അവൾക്ക് മനസ്സിലായപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് കരിയർ ചൂസ് ചെയ്തു. ഈ നഗരത്തിൽ വന്നു. പഠിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ബാറിൽ ബാർടെൻഡറായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് മാർട്ടിനെ പരിചയപ്പെടുന്നത്. സ്ഥിരം ബാറിൽ വന്ന് വെറൈറ്റി ഡ്രിങ്ക്സ് ഓർഡർ ചെയ്യുന്നൊരു കക്ഷി. ഇവൾ നോക്കിയപ്പോൾ നല്ല ലുക്കൊക്കെയുള്ള, കിടിലം ബോഡിയൊക്കെയുള്ള, സമ്പന്നനായിട്ടുള്ളൊരു കക്ഷി. എമിലി എപ്പോഴൊക്കെയോ ആഗ്രഹിച്ചിട്ടുള്ള ലൈഫ് ഇങ്ങനെ കല്യാണം കഴിച്ചാൽ കിട്ടുമെന്ന് തോന്നിയപ്പോൾ അങ്ങനെ ആ ഒരു വഴിക്കങ്ങ് പോയി. ബട്ട് മാർട്ടിന്റെ ഉടായ്പ പരിപാടികൾ അവനെ ജയിലിൽ എത്തിച്ചു. അത് എമിലിക്ക് വലിയ ബുദ്ധിമുട്ടായി. അന്നേ അവൾ ഡിപ്രഷനിൽ വീണുപോയി. ആ സമയത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിരുന്നു, സെഷൻസ് അറ്റൻഡ് ചെയ്യുമായിരുന്നു, ഗുളികകൾ കഴിക്കുമായിരുന്നു. പതിയെ പതിയെ ആ സിറ്റുവേഷനിൽ നിന്ന് റിക്കവറായി കയറി വന്നപ്പോഴാണ് ഇവൻ ജയിലിൽ നിന്ന് റിലീസ് ആവുന്നതും വീണ്ടും പഴയ പോലെ തന്നെ പരിപാടികളൊക്കെ തുടങ്ങാൻ പോവാണെന്ന് അറിയുന്നതും എഗെയിൻ ലൈഫ് വീണ്ടും പഴയ പോലെ ആകുമെന്നുള്ള പേടിയൊക്കെ പൊങ്ങി വന്ന് പണ്ടത്തെ ട്രോമാസ് ഒക്കെ കാരണം ഇങ്ങനെയൊക്കെ ആയി പോകുന്നതും. തുടർന്ന് ഡോക്ടർ ജോൺ നമ്മുടെ എമിലിയോട് പെർമിഷൻ ചോദിച്ചിട്ട് പുള്ളിക്കാരിയെ നേരത്തെ ട്രീറ്റ് ചെയ്ത് ഡോക്ടറെ മീറ്റ് ചെയ്യാൻ ചെല്ലുന്നുണ്ട്, ഇവളുടെ പാസ്റ്റ് ഹിസ്റ്ററി ഒക്കെ അറിയാനായിട്ട്. അന്ന് അവളെ ട്രീറ്റ് ചെയ്ത ഡോക്ടറിന്റെ പേര് വിക്ടോറിയ. 4 വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവം. മാർട്ടിൻ ജയിലിലായി, എമിലി പ്രഗ്നന്റ് ആയിരുന്നു, അത് മിസ്കാരേജ് ആയി പോയി. ഈ സംഭവത്തെ പറ്റി എമിലി നമ്മുടെ ജോണിന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നല്ലോ. അവളുടെ പ്രശ്നങ്ങൾക്ക് മാർക്കറ്റിൽ കുറേയധികം മെഡിസിൻസ് അവൈലബിൾ ആണ്. ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെഡിസിന് സൈഡ് എഫക്ട്സ് കൂടുതലാണെങ്കിൽ മാറ്റി ട്രൈ ചെയ്യാമല്ലോ. വിക്ടോറിയയും പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറെ മെഡൊക്കെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലും അബ്ലിക്സ എന്നൊരു മെഡിനെ പറ്റി പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അത് നല്ല വർക്കിംഗ് ആണ്, സാമ്പിൾ ഉണ്ടെങ്കിൽ തരാമെന്നൊക്കെ പറഞ്ഞ് ബാഗ് ചെക്ക് ചെയ്തപ്പോൾ സാമ്പിൾ ഇല്ലായിരുന്നു. പകരം ഒരു അബ്ലിക്സ പെൻ എന്ന് പറഞ്ഞ് പെൻ എടുത്തു കൊടുത്തു. ഏതായാലും ഇതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പ്, ഡോക്ടർ ജോൺ കാര്യമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. എമിലിക്ക് വേണ്ടി ഇത്രയും ട്രാവൽ ചെയ്തു വന്ന് മുമ്പ് അവളെ ട്രീറ്റ് ചെയ്ത് ഡോക്ടറിന്റെ അടുത്തുനിന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ടല്ലോ. എത്ര ഡോക്ടേഴ്സ് ഇങ്ങനെ ചെയ്യും? എത്രയും വേഗം എമിലിയെ കംപ്ലീറ്റ്ലി ഭേദമാക്കുക, സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്ത മെഡ് കൊടുത്ത് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് ഉദ്ദേശം. എന്നാൽ നമ്മുടെ എമിലി ഇപ്പോൾ യൂസ് ചെയ്യുന്ന മെഡിസിന് കുറേയധികം സൈഡ് എഫക്ട്സ് ഉണ്ട്. നമ്മൾ ഓൾറെഡി കണ്ട പോലെ ലേസിനെസ്, ഛർദിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, പെട്ടെന്ന് മൂഡ് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. ഒരു ദിവസം റെയിൽവേ സ്റ്റേഷനിൽ നിന്നപ്പോൾ ട്രെയിൻ വരുന്ന സമയം പ്ലാറ്റ്ഫോമിൽ നിന്ന് ട്രാക്കിലേക്ക് നീങ്ങി നിൽക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസ്മാൻ അത് ശ്രദ്ധിച്ചതുകൊണ്ട് ഇവളെ രക്ഷപ്പെടുത്തി. ഇതിപ്പം എമിലിയുടെ കൂടെ ഏത് സമയവും ഒരാൾ വേണമെന്നുള്ളൊരു സാഹചര്യമാണ്. ഇവളായിട്ട് തന്നെ അവളുടെ പ്രശ്നങ്ങൾ കാരണം കുറെ പ്രശ്നത്തിലാവുന്നു. പിന്നെ അതിന്റെ പേരിൽ അവൾ തന്നെ വിഷമിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരാളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് അവളുടെ മൂഡ് മാറി. ആ സമയത്ത് റെസ്പോണ്ട് ചെയ്യേണ്ടാത്ത രീതിയിൽ അവൾ റെസ്പോണ്ട് ചെയ്തു. താൻ അങ്ങനെ റെസ്പോണ്ട് ചെയ്തതുകൊണ്ട് വലിയൊരു പ്രശ്നം ക്രിയേറ്റ് ആയി. അവരെന്ത് വിചാരിച്ചിട്ടുണ്ടാവും, അവർക്കത് ബുദ്ധിമുട്ടായി എന്ന് വിചാരിച്ച് വിഷമിക്കുന്ന അവസ്ഥ കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരുപക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തവർക്ക് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. അങ്ങനെ പോകെ ഒരു ദിവസം നമ്മുടെ ഡോക്ടർ ജോൺ അദ്ദേഹത്തിന്റെ ഭാര്യയോടൊപ്പം അങ്ങനെ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ എമിലി അവിടെ കയറി വന്നു. ഡോക്ടർ, പ്രശ്നം ഭയങ്കര സീരിയസ് ആണ്, എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണം. ഓക്കെ എമിലി, സംസാരിക്കാലോ, അഡ്മിറ്റ് ആവണോ? അങ്ങനെയല്ല ഡോക്ടർ, എനിക്ക് അത് പിന്നെ ഞാൻ അതുവഴി വന്നപ്പോൾ ഇവളുടെ ഇങ്ങനെയുള്ള സംസാരം, ഡോക്ടർ അവളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന പോലെ സംസാരിക്കുന്നതൊക്കെ ഡോക്ടറിന്റെ ഭാര്യയ്ക്ക് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇവളൊരു പേഷ്യൻ്റ് ആണ്, രോഗത്തിന്റെ പ്രശ്നങ്ങൾ കാരണം ഇങ്ങനെ വന്ന് പറയുന്നതാണെന്നൊരു സംഭവം അവിടെ ഉണ്ടെങ്കിലും ഇദ്ദേഹത്തിന്റെ ഭാര്യ അത് പ്രോസസ്സ് ചെയ്യുന്നത് വേറൊരു രീതിയിലാണ്. ഇവർക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ ഇങ്ങനെ ഒരു പ്രൈവറ്റ് മൊമെന്റിൽ വേറൊരാൾ കയറി വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഇവൻ്റെ അതൊരു പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിലും ഭാര്യയ്ക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആസ് എ ഡോക്ടർ ഇദ്ദേഹത്തിന്റെ പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ കേൾക്കാൻ എപ്പോഴും തയ്യാറായിരിക്കണം. അതുകൊണ്ട് തന്നെ തൽക്കാലം ഭാര്യയുടെ എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞിട്ട് എമിലിയെ വിളിച്ചുകൊണ്ട് പോയിരുന്ന് സംസാരിക്കുന്നു. ഇപ്പോൾ യൂസ് ചെയ്യുന്ന മെഡിസിൻസ് കാരണം കുറേ സൈഡ് എഫക്ട്സ് ഉണ്ടാകുന്നുണ്ട്, അതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അബ്ലിക്സ എന്ന് പറയുന്ന മെഡിസിൻ കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. അല്ല, ഇവളെങ്ങനെ ഈ മെഡിസിനെ പറ്റി മനസ്സിലാക്കിയെന്നല്ലേ? എമിലിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ജൂലിയ, പുള്ളിക്കാരി ഒബ്ലിക്സ യൂസ് ചെയ്തിട്ടുണ്ട്. അവൾക്ക് ആ മെഡ് ഓക്കെ ആയിരുന്നു, അതുകൊണ്ട് തനിക്കും അത് കൊടുക്കാമോ, അത് പ്രിസ്ക്രൈബ് ചെയ്യാമെന്ന് ചോദിക്കുന്നു. ഡോക്ടർ ജോൺ നേരത്തെ ഡോക്ടർ വിക്ടോറിയെ കാണാൻ പോയപ്പോൾ പുള്ളിക്കാരിയും മാർക്കറ്റിൽ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള മെഡ് ഉണ്ടെന്ന് പറഞ്ഞ് ഒബ്ലിക്സയെ പറ്റി പറഞ്ഞിരുന്നല്ലോ. ഓൾറെഡി ഒരുപാട് ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വരുന്ന മെഡിസിനാണ്. അതേപറ്റി രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതുവരെ കേട്ടതെല്ലാം പോസിറ്റീവാണ് എന്ന തരത്തിൽ ഡോക്ടറും അത് പ്രിസ്ക്രൈബ് ചെയ്തു. ശേഷം ഡോക്ടേഴ്സിന്റെ ഒരു മീറ്റിംഗ്. അവിടെ വെച്ച് ഒരു ഡോക്ടർ ഒരു വലിയ ബിസിനസ് ഡീൽ നമ്മുടെ ഹീറോയുടെ മുന്നിൽ വെക്കുന്നുണ്ട്. ഒരു മെഡിസിൻ കമ്പനി, ഫാർമസ്യൂട്ടിക്കൽ കമ്പനി പുതിയൊരു മെഡിസിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനവർക്ക് പ്രൊമോഷൻ വേണം, ആ മെഡ് സേഫ് ആണെന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ കുറേ ടെസ്റ്റിങ്ങും സെമിനാർസും അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അതിനൊക്കെ കൂടെ നിൽക്കാമെങ്കിൽ, പ്രോപ്പറായിട്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് മെഡ് ഓക്കെ ആണെന്ന് വെരിഫൈ ചെയ്യാമെങ്കിൽ, പ്രൊമോട്ട് ചെയ്യാമെങ്കിൽ $50,000 കൊടുക്കാമെന്ന ഓഫർ. ജോൺ ഇംപ്രസ്ഡ് ആയി. ഈ ഫീൽഡിൽ താൻ ഒരുപാട് വർഷമായിട്ട് ജോലി ചെയ്യുന്നു, ഇങ്ങനെ ഒരു ഓഫർ ആദ്യമായിട്ടാണ്. ഇദ്ദേഹത്തിന്റെ ലൈഫും ഒരുപാട് ബെറ്റർ ആവും. വീട്ടിൽ വന്ന് ഇക്കാര്യങ്ങളൊക്കെ ഭാര്യയോട് ഷെയർ ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരി ആദ്യമേ പറയുന്ന കാര്യം, ഓ
ഇതുകൂടെ എടുത്ത് തലയെ വെച്ചാൽ നിങ്ങൾ പിന്നെയും തിരക്കിലാകുമായിരിക്കും അല്ലേ? അപ്പോൾ സാറിന് നമ്മളെ ഒന്നും നോക്കാൻ ഒട്ടും സമയം കിട്ടത്തില്ലായിരിക്കും. അങ്ങനെയല്ല മുത്തോണി, എന്തെന്ന് വെച്ചാലേ ഇപ്പോൾ നിന്റെ ഈ ഷർട്ടിന്റെ ബട്ടൺ ഇങ്ങനെ ഞാൻ പൊട്ടിക്കുന്നില്ലേ, ഇതുപോലെ പൊട്ടി പൊട്ടി താഴെ വീണാലും നമ്മുടെ കയ്യിൽ അത്രയും പൈസ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, വീണ്ടും പുതിയത് വാങ്ങാലോ. ഡോക്ടർ സാർ നല്ല ഡയലോഗ് ഒക്കെ അടിച്ച് ഒന്ന് സെറ്റായിട്ട് വന്നപ്പോഴേക്കും ഇവരുടെ മകൻ വന്നു. എന്തൊക്കെയോ സ്വപ്നം കാണുന്നോ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് കളഞ്ഞ് ആ ഒരു മൊമെന്റേ കളഞ്ഞ് മോനായി പോയില്ലേ. സ്വപ്നം കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കണമല്ലോ, ഒരു ക്ലാരിറ്റി വരുത്തണമല്ലോ പയ്യന്. കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയിട്ട് പയ്യന് സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. മക്കളെ, സ്വപ്നത്തെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ റിലേറ്റിവിറ്റി സോർട്ട് ഔട്ട് ചെയ്തത് തന്നെ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളിലൂടെയാണെന്ന് പറയുന്നുണ്ട്. പോൾ മക്കാർട്ട്നി അദ്ദേഹത്തിന്റെ സോങ്സ് എഴുതിയതിൽ സ്വപ്നങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഞാൻ നിന്റെ അമ്മയെ കണ്ടുമുട്ടിയത് പോലും സ്വപ്നങ്ങളിലൂടെയാണ്, ഞാൻ സ്വപ്നത്തിൽ കണ്ടുപോലൊരു സ്ത്രീയാണെന്ന് നൈസായിട്ട് ഇവളെ ഒന്ന് സുഖിപ്പിക്കുന്നുണ്ട്. എന്തൊരു കിടിലം മനുഷ്യനല്ലേ. പുള്ളിയുടെ ആ പോസിറ്റീവ് മൈൻഡ് കണ്ടില്ലേ, കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നത്. ഇതാണ് ഈ അറിവും വിവേകവും തമ്മിലുള്ള വ്യത്യാസം. അറിവ് ലോകത്തിലുള്ള ആർക്കും ഉണ്ടാവാം, ഏത് സോഴ്സിൽ നിന്നും അറിവ് കിട്ടാലോ, എന്നാൽ അത് വിവേകത്തോടെ വ്യക്തമായി മനസ്സിലാക്കി മറ്റൊരാൾക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ ഒരു കഴിവുണ്ടാകുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇതിനൊക്കെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നൊരു മൈൻഡും വേണം. അത് നമ്മുടെ ഡോക്ടർ ജോണിനുണ്ട്. ആള് നല്ലൊരു മനുഷ്യനാണ് എന്ന് പറയാം. കംപ്ലീറ്റ് എന്ന് പറയുന്നില്ലെങ്കിലും ഹീസ് ബെറ്റർ. ഒരുപാട് കാര്യങ്ങളിൽ, ഒത്തിരി കാര്യങ്ങളിൽ ഒരുപാട് ആളുകളെക്കാളും ബെറ്ററാണ്. അങ്ങനെ ദിവസങ്ങൾ പോകുന്നു. ഇപ്പം നമ്മുടെ എമിലി ഒരുപാട് ബെറ്ററായി. ഒബ്ലിക്സ മരുന്ന് യൂസ് ചെയ്തതിന് ശേഷം പുള്ളിക്കാരി ഒരുപാട് കാര്യങ്ങളിൽ ബെറ്ററായി. നേരത്തെ തൊട്ട് നിസ്സാര കാര്യങ്ങൾക്ക് അയ്യോ അങ്ങനെയായിപ്പോയി ഇങ്ങനെയായിപ്പോയി എന്നുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഡിപ്രഷനിലേക്ക് പോവുക ഒന്നുമില്ല. ഷീസ് റിയലി ഹാപ്പി, എൻജോയിങ് എവറി മൊമെന്റ്. മാർട്ടിനൊപ്പം പുറത്തൊക്കെ പോയി വളരെ ഹാപ്പി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇത്ര വലിയൊരു ചേഞ്ച് അവൾക്കുണ്ടാവാൻ കാരണം ഒബ്ലിക്സ തന്നെയാണ്. മാർക്കറ്റിലുള്ള മറ്റേത് മിഡിനേക്കാളും ഒബ്ലിക്സ ഒരുപാട് ബെറ്റർ ആണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. എല്ലാം അങ്ങനെ നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം എമിലി രാത്രി വീട്ടിൽ പാട്ട് വെച്ചു. ഈ പാതിരാത്രി ഇവളെന്തായി കാണിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് മാർട്ടിൻ ചെന്നപ്പോൾ ദേ പാലെടുത്തുകൊണ്ട് വന്ന് ഗ്ലാസ് നിറയെ ഒഴിച്ചു, നിറഞ്ഞിട്ടും ഒഴിച്ചുകൊണ്ടിരുന്നു. മാർട്ടിൻ പറയുന്നൊന്നും അവൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പുള്ളിക്കാരി സ്ലീപ്പ് വാക്കിംഗ് ചെയ്യുവാണ്. അതായത് മുമ്പ് യൂസ് ചെയ്ത മെഡിസിൻ കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവായെങ്കിലും ഒബ്ലിക്സയുടെ സൈഡ് എഫക്ട്സ് ഇതാണ്. അവൾ സ്ലീപ്പ് വാക്കിംഗ് ചെയ്യുന്നു. തുടർന്ന് അടുത്ത ദിവസം മാർട്ടിനും ഇവളോടൊപ്പം ഡോക്ടർ ജോണിനെ കാണാൻ വരുന്നുണ്ട്. ഡോക്ടർ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന മെഡിസിൻ പ്രശ്നമാണ്, അതങ്ങ് മാറ്റാൻ പറ്റുമോ? ഇതിങ്ങനെ സ്ലീപ്പ് വാക്കിംഗ് ഒക്കെയാണ് ഇതിന്റെ സൈഡ് എഫക്ട്സ്. വാട്ട്, മെഡിസിൻ മാറ്റാനോ? ഇല്ല, പറ്റില്ല. പഴയ മെഡിസിൻ എന്ത് പ്രശ്നമായിരുന്നറിയോ മാർട്ടിൻ? നിനക്കറിയാലോ ഞാൻ എവിടൊക്കെ എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്കൊന്ന് സമാധാനമുണ്ട്. ഒബ്ലിക്സ തന്നെ മതി ഡോക്ടർ, ഇത് മാറ്റല്. ഇതെല്ലാം കേൾക്കുന്ന നമ്മുടെ ഹീറോ ആവട്ടെ ഒബ്ലിക്സ കണ്ടിന്യൂ ചെയ്തോളാനും ഇവൾക്ക് സ്ലീപ്പ് വാക്കിംഗ് ഉണ്ടാവാതിരിക്കാൻ ഒരു എക്സ്ട്രാ പില്ലും കൂടി കൊടുക്കുന്നുണ്ട്. ശേഷം ഡോക്ടർ മറ്റൊരു പേഷ്യന്റിന് പുതിയ മെഡിസിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കമ്പനി അവരുടെ പുതിയ മെഡിസിൻ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അതിൽ സെവറൽ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തണമെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ അപ്രോച്ച് ചെയ്തിരുന്നല്ലോ. ആ ഒരു മെഡാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ ഒരു ടെസ്റ്റിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പേഷ്യന്റിനോട് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പേഷ്യന്റിന് മരുന്നിന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, ഫ്രീ ആണ്. സോ അവരും സമ്മതിച്ചു. അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നു. ഒരു ദിവസം നമ്മുടെ മാർട്ടിൻ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ എമിലി കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അടുത്ത് ചെന്ന് അവളോട് സംസാരിക്കുന്നുണ്ടെങ്കിലും അവളൊന്നും റിയാക്ട് ചെയ്യുന്നില്ല. കാരണം അവൾ ഇപ്പോഴും സ്ലീപ്പ് വാക്കിങ്ങിലാണ്. മാർട്ടിൻ ഇത് റിയലൈസ് ചെയ്ത തൊട്ടടുത്ത മൊമെന്റിൽ ദേ അവൾ കയ്യിലിരുന്ന കത്തി കൊണ്ട് മാർട്ടിനെ കുത്തി 1 അല്ല 2 അല്ല 3 തവണ മുമ്പിലും പുറകിലും ഒക്കെ ആയിട്ട് അദ്ദേഹത്തെ കുത്തി കൊന്നുകളഞ്ഞു. ആ ഒരു സ്ലീപ്പ് വാക്കിംഗ് അവസ്ഥയിൽ നിന്ന് എമിലിക്ക് പുറത്തു വരാൻ സാധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കുമായിരുന്നു. എന്നാൽ മാർട്ടിനെ ഇങ്ങനെ കുത്തി കൊന്നു എന്നുള്ള കാര്യം അവൾ റിയലൈസ് ചെയ്യുന്നില്ല. അദ്ദേഹത്തെ കുത്തി കൊന്നിട്ട് പുള്ളിക്കാരി നേരെ നടന്നുപോയി കട്ടിൽ കയറി കിടന്ന് ഉറങ്ങിയെന്നേ. ഇതാണ് നമ്മൾ ആദ്യം കണ്ട സീൻ. അപ്പാർട്ട്മെന്റിൽ ബ്ലഡും കാൽപ്പാടുകളും ഒക്കെ. ശേഷം അടുത്ത ദിവസം പോലീസ് വന്നു, അന്വേഷണം നടത്തി. ഇവൾക്കൊന്നും അറിയില്ല എന്താ സംഭവിച്ചേ, അദ്ദേഹത്തെ ആരാ കുത്തിക്കൊന്നേ, രാത്രി ആരെങ്കിലും വീട്ടിൽ അതിക്രമിച്ച് കയറി അദ്ദേഹത്തെ കൊന്നതായിരിക്കും എന്നുള്ള സംശയത്തിലായിരുന്നു. പിന്നീടാണ് പോലീസ് ക്ലാരിഫൈ ചെയ്ത് പറയുന്നത് കൊന്നത് ഇവള് തന്നെയാണ്, പുറത്തുനിന്ന് ആരും വന്ന് കൊന്നിട്ടില്ല, എല്ലാ തെളിവുകളും ഇവൾക്കെതിരാണ്. കഴിഞ്ഞ ദിവസം തന്റെ ഹസ്ബൻഡ് മാർട്ടിന് വേണ്ടി പുള്ളിക്കാരി ഗിഫ്റ്റ് വരെ വാങ്ങി വെച്ചിരുന്നു. അതേ രാത്രി തന്നെയാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളതാണ്. എമിലി അറസ്റ്റ് ചെയ്യപ്പെട്ടു. പോലീസ് അവളെ ചോദ്യം ചെയ്തപ്പോൾ അവൾ പറഞ്ഞത് നമ്മുടെ ഡോക്ടർ ജോണിന്റെ പേര് മാത്രമാണ്. തുടർന്ന് അവർ ഡോക്ടർ ജോണിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവൾ ഇപ്പോൾ കറന്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെഡിസിന് ഇത്തരത്തിൽ സ്ലീപ്പ് വാക്കിംഗ് കണ്ടീഷനിലേക്ക് എത്തിക്കുന്ന ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് പറയുന്നു. മേ ബി അത് കാരണമാവാം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ആ സംഭവിച്ച കാര്യങ്ങളൊക്കെ അവൾ സ്വബോധത്തോടെ ചെയ്തതാവില്ല എന്ന്. അല്ല, അങ്ങനെ വരുമ്പോൾ ഡോക്ടർ പ്രതിയാകുമല്ലോ. ഒന്നുകിൽ അവൾ സ്വബോധത്തോടെ ചെയ്തതാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവളാണ് തെറ്റുകാരി, അവൾ ജയിലിൽ പോകണം. അല്ലാന്നുണ്ടെങ്കിൽ ഡോക്ടർ ജോൺ കൊടുത്ത മെഡിസിനാണ് എല്ലാത്തിനും പ്രശ്നം, ഡോക്ടർ ജോൺ ആവും പ്രശ്നം. മാർട്ടിന്റെ മരണത്തിന് ഇദ്ദേഹം ഉത്തരം പറയേണ്ടി വരും, ഇദ്ദേഹമാവും കാരണം. ഡോക്ടർ ജോൺ എമിലിയെ കണ്ട് സംസാരിക്കുമ്പോൾ പുള്ളിക്കാരി ഭയങ്കര വിഷമത്തിലാണ്. ആ ഒരു നാശം പിടിച്ച ഗുളികയാണ് എല്ലാത്തിനും കാരണം എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. ഇവളുടെ ഓർമ്മയിൽ ഇവള് മാർട്ടിനെ കുത്തിയിട്ടില്ല,
അദ്ദേഹത്തിന് ദോഷമാവുന്ന ഒന്നും ചെയ്തിട്ടില്ല. പോലീസും ലോയേഴ്സും ഒക്കെ പറയുന്ന പോലെ ഇവളാണ് മാർട്ടിനെ കൊന്നതെന്നുള്ള കാര്യം ഇവൾക്ക് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനിയൊരു പക്ഷേ കാണാൻ എമിലിയെ പോലെ തന്നെയുള്ള മറ്റാരെങ്കിലും അവിടെ വന്ന് കയറി അവനെ കൊന്നതാണോ എന്ന് പോലും ചോദിക്കുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ ക്ലിയർ ആണല്ലോ, ഒരു തരത്തിലും എമിലിക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അവൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് അവൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. കാരണം അവളുടെ ഓർമ്മയിൽ ഇങ്ങനൊരു സംഭവമില്ല, അവൾ സ്വഭാവത്തോടെ ചെയ്തതല്ലോ. എമിലിയുടെ സാഹചര്യം ഇങ്ങനെയാണ്. പോലീസ് ഇവളെ വിശദമായി ചോദ്യം ചെയ്താലും അവൾ ഇങ്ങനെയൊക്കെ തന്നെ പറയത്തുള്ളൂ. സോ അതിനർത്ഥം മരുന്നാണ് പ്രശ്നം, നമ്മുടെ ഹീറോ കൊടുത്ത ഒബ്ലിക്സ് തന്നെയാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ എമിലി പ്രതിയാവില്ലല്ലോ. മരുന്നിന്റെ എഫക്റ്റിൽ എമിലി ഇങ്ങനെ ചെയ്തതായതുകൊണ്ട് നമ്മുടെ ഹീറോ ആവും പ്രതി. മാർട്ടിന്റെ ഫ്യൂണറൽ ദിവസം റിലേറ്റീവ്സ് ആരും തന്നെ നമ്മുടെ എമിലിയെ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല. അവൾ മനഃപൂർവ്വം ചെയ്തതല്ല, അവളുടെ സാഹചര്യം അത്രത്തോളം മോശമാണ്. ഇപ്പോൾ പോലും പോലീസ് കസ്റ്റഡിയിലാണ്. കൂടാതെ വേണ്ടപ്പെട്ടവരൊക്കെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഓൾറെഡി വല്ലാത്തൊരവസ്ഥയിലുള്ള പേഴ്സൺ അവൾ ട്രീറ്റ്മെന്റ് എടുക്കാൻ പോയി അത് കൂടുതൽ കോംപ്ലിക്കേറ്റ് ആയി ഇങ്ങനെയൊക്കെ ആയിട്ട് കൂടെ നിൽക്കേണ്ടവർ പോലും അവഗണിക്കുമ്പോൾ അവളുടെ സിറ്റുവേഷൻ എന്താകുമെന്ന് ചിന്തിക്കാലോ. വീണ്ടും വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് വീണു പോകുമോ എന്ന് നമുക്ക് തോന്നി തുടങ്ങുമ്പോഴേക്കും മാർട്ടിന്റെ അമ്മ ഇവളെ കാണാൻ ജയിലിൽ വന്നു. സ്വബോധത്തോടെ എമിലി മാർട്ടിനെ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. ഇവർക്ക് ഇവിടെ വിശ്വാസമാണ് എന്ന് തന്നെ പറയാം. എന്നാലും മകൻ മരിച്ച ആ ഒരു വിഷമത്തിൽ ചില കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ എമിലി ആവട്ടെ ഒബ്ലിക്സാം മെഡിസിനെ പറ്റിയുള്ള സത്യങ്ങൾ ജനങ്ങളെ അറിയിക്കണമെന്ന് തീരുമാനിച്ച് ആ ഒരു മെഡിസിൻ കമ്പനിയും ഡോക്ടേഴ്സും ഒക്കെ ജനങ്ങളെ പറ്റിക്കുകയാണ്. ഇതിനിങ്ങനെ വലിയൊരു സൈഡ് എഫക്ട്സ് ഉണ്ട്, തനിക്ക് തൻ്റെ ഹസ്ബൻഡിനെ നഷ്ടപ്പെടാൻ ഈ കമ്പനിയാണ് കാരണം, ഈ മെഡിസിൻ ആണ് കാരണം എന്ന് ന്യൂസ് മീഡിയാസിലൂടെ ജനങ്ങളെ അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടു. മാർട്ടിന്റെ അമ്മയും അതുപോലെ തന്നെ ചെയ്തു. ഒബ്ലിക്സാം മെഡിസിൻ ഉണ്ടാക്കുന്ന കമ്പനിക്കെതിരെയും ആ മെഡിസിൻ എമിലിക്ക് പ്രിസ്ക്രൈബ് ചെയ്ത നമ്മുടെ ഡോക്ടർ ജോണിനെതിരെയും ജനങ്ങൾ തിരിഞ്ഞു. ആരോപണങ്ങൾ ഇവർക്കെതിരെയായി. തുടർന്ന് അങ്ങോട്ട് പറയണ്ടല്ലോ, മീഡിയാസും ബഹളമൊക്കെ ആയിട്ട് ഡോക്ടർക്ക് സമാധാനം നഷ്ടപ്പെട്ടു. പുള്ളിക്കാരൻ്റെ ഒരുപാട് പേഷ്യൻസിനെ അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നുണ്ട്. അന്വേഷണമായി കേസിൽ പ്രതി ചേർത്തു, കോടതിയിലും എത്തി. ഒബ്ലിക്സാം മരുന്ന് യൂസ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എമിലിക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അവൾ ഡിപ്രസ്ഡ് ആയിരുന്നു എന്ന് കോടതിയിൽ പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അന്ന് മാർട്ടിൻ ജയിൽ മോചിതനായതിനു ശേഷം ഇവൾക്ക് ആക്സിഡന്റ് ഉണ്ടായല്ലോ, ആ വോളിൽ പാർക്കിംഗ് ലോട്ടിലെ വോളിൽ കാർ ഇടിച്ച് കയറ്റിയല്ലോ. അതിന് തൊട്ടു മുമ്പ് എമിലിയുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ താഴെ വീണ് പോവുകയും അവിടെയുള്ള സെക്യൂരിറ്റി വന്ന് ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ആ സെക്യൂരിറ്റി കോടതിയിൽ വന്ന് അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അന്നേ എമിലി കുറച്ച് ഡൗൺ ആയിരുന്നു, അവൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള പോലെ അദ്ദേഹത്തിനും തോന്നിയിരുന്നു. പിന്നെ ഒരു ദിവസം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ട്രാക്കിലേക്ക് നടന്നു നീങ്ങിയതും പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് രക്ഷപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ആ പോലീസ് ഉദ്യോഗസ്ഥനും കോടതിയിൽ വന്ന് പറയുന്നുണ്ട്. സോ ഇവള് മെന്റലി ഒട്ടും ഓക്കെ ആയിരുന്നില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. ഡോക്ടർ ജോണിന്റെ ചികിത്സയെപ്പറ്റി പറഞ്ഞു വരുമ്പോൾ മാർക്കറ്റിലുള്ള മെഡിസിൻ തന്നെയാണ് അദ്ദേഹം കൊടുത്തത്. അദ്ദേഹം ഇപ്പോഴും പൂർണ്ണമായും കുറ്റക്കാരനാണ് എന്ന് പറയാറായിട്ടില്ല. മാത്രമല്ല സ്വബോധത്തിലല്ലാതെ ഒരു വ്യക്തി ചെയ്യുന്ന ക്രൈം അവര് ഇന്റൻഷനലി ചെയ്യുന്നതല്ല, അതിനെ എങ്ങനെ ശിക്ഷിക്കാനാവും? എത്ര വലിയ ക്രൈം ആണെന്നുണ്ടെങ്കിലും അബദ്ധത്തിൽ സംഭവിച്ചു പോകുന്നു, ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ഇക്കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ ശിക്ഷിക്കുന്ന, കഴുത്തറത്ത് കളയുന്ന പല ഇപ്പോഴും അന്ധകാലത്ത് കിടക്കുന്ന രാജ്യങ്ങളുണ്ടെങ്കിലും ഇവരൊക്കെ കുറച്ചുകൂടെ ബോധമുള്ള ആളുകളാണ്, ബോധമുള്ള നിയമ സംവിധാനങ്ങളാണ്. അതുകൊണ്ട് എമിലിയുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആകുന്നവരെ, പുള്ളിക്കാരി മെന്റലി ഒന്ന് ഓക്കെ ആയി ശരിക്കും ഒന്ന് ഓക്കെ ആകുന്നതുവരെ ഒരു സൈക്കാട്രി സെന്ററിൽ തന്നെ അവളെ വിട്ട് ട്രീറ്റ് ചെയ്യാനും ആ ട്രീറ്റ്മെന്റ് ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ഹീറോ ആയിട്ടുള്ള ഡോക്ടർ ജോൺ തന്നെ നോക്കി നടത്തണമെന്നും ഉത്തരവിട്ടു. എങ്ങനെയൊക്കെ കേസ് സോർട്ട് ഔട്ട് ചെയ്യാം, അവൾ ഇന്റൻഷനലി ചെയ്തതല്ലോ എന്നൊക്കെ കരുതിയിരിക്കുമ്പോഴാണ് നമ്മുടെ ഹീറോ ജോൺ ഒരു മുട്ടം പണി വരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തിന്റെ റെസിഡൻസി ടൈമിൽ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ് ആലിസൺ. ആ കുട്ടി മെന്റലി ഒട്ടും ഓക്കെ അല്ലായിരുന്നു, എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവൾക്കുണ്ടായിരുന്നു. കൂടാതെ നിരോധിത സാധനങ്ങൾ എന്തൊക്കെയോ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇദ്ദേഹം അവളെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ആളുടെ കഴിവനുസരിച്ച് പരമാവധി പുള്ളിക്കാരിയെ നോക്കിയാക്കി കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നെങ്കിലും എല്ലാം അവളുടെ ആത്മഹത്യയിലാണ് ചെന്ന് അവസാനിക്കുന്നത്. അന്ന് അവളെ സഹായിക്കാൻ ശ്രമിച്ച് ഇദ്ദേഹത്തിന്റെ പേരെഴുതി വെച്ചിട്ടാണ് അവൾ അങ്ങനെയൊക്കെ ചെയ്തത്. പോരാത്തതിന് കാറിൽ വെച്ച് ഇദ്ദേഹം അവളോട് അത്തരത്തിൽ മോശമായി പെരുമാറി എന്നുള്ള രീതിയിലും എഴുതി വെച്ചിരുന്നു. അന്ന് ആ പ്രശ്നങ്ങളൊക്കെ ഒരു വിധത്തിൽ ഒതുക്കിയതാണ്. എന്നാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു കേസിനെ ചുറ്റിപ്പറ്റി ഇദ്ദേഹത്തിന്റെ പേര് ഇതിൽ ഇൻവോൾവ് ആയപ്പോൾ വീണ്ടും ആ പഴയ പ്രശ്നങ്ങളൊക്കെ പൊങ്ങി വരുവാണ്. ഇത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണല്ലോ പോകുന്നത്. ഇപ്പോഴത്തെ കേസും കൂടാതെ പണ്ടത്തെ കേസും ഒക്കെ പൊങ്ങി വന്നാൽ ഡോക്ടർ ഇതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് അത്ര എളുപ്പമായിരിക്കില്ല. പ്രശ്നങ്ങൾ പലതും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഫേസ് ചെയ്യുക, മുന്നോട്ട് പോവുക, അതേ ഉള്ളല്ലോ വഴി. ഡോക്ടർ ജോൺ ഒബ്ലിക്സാം മരുന്നിനെ പറ്റി കാര്യമായിട്ട് അന്വേഷിക്കുന്നു. കുറേയധികം പേജസ് ഒക്കെ നോക്കി ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ചു വന്നപ്പോഴാണ് ഈ മെഡിസിന് സ്ലീപ്പ് വോക്കിംഗ് പോലെ ഒരു സൈഡ് എഫക്ട്സ് ഉണ്ട്, അങ്ങനെ ഒരു സൈഡ് എഫക്ട്സ് ഉള്ള മെഡിസിൻ ആണെന്നുള്ള കാര്യം ഓൾറെഡി മെൻഷൻ ചെയ്തിരിക്കുന്നത് കാണുന്നത്. ആരാണ് ഈ ആർട്ടിക്കിൾ എഴുതിയെന്ന് നോക്കിയപ്പോഴാണ് ട്വിസ്റ്റ്. നമ്മുടെ എമിലിയെ ആദ്യം ട്രീറ്റ് ചെയ്ത ഡോക്ടറില്ലേ, ഡോക്ടർ വിക്ടോറിയ, പുള്ളിക്കാരിയാണ് ഒബ്ലിക്സാം മരുന്നിന്റെ സൈഡ് എഫക്ട്സിനെ പറ്റി വിശദമായിട്ടൊരു ആർട്ടിക്കിൾ തന്നെ എഴുതിയിരിക്കുന്നത്. ഡോക്ടർ നേരെ അവരുടെ വീട്ടിൽ ചെന്ന് അവരോട് ഇതിനെപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കുന്നു. ഫസ്റ്റ് ടൈം ഇവർ ഈ മരുന്ന് നമ്മുടെ ജോണിന് സജസ്റ്റ് ചെയ്തപ്പോൾ ഇങ്ങനൊരു സൈഡ് എഫക്റ്റ് ഉള്ള കാര്യമൊന്നും സൂചിപ്പിച്ചു കൂടിയില്ല. ഇത്തരത്തിലുള്ള മെഡിസിൻസിനൊക്കെ എന്തെങ്കിലുമൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ടാവും, ചെറിയ സൈഡ് എഫക്ട്സ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇത് സ്ലീപ്പ് വോക്കിംഗ് അല്ലേ, ഇതിനെപ്പറ്റി എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ ജോൺ എമിലിക്ക് ആദ്യമായി സ്ലീപ്പ് വോക്കിംഗ് വന്നപ്പോഴാണോ അവൾ മാർട്ടിനെ കൊന്നത്? സ്ലീപ്പ് വോക്കിംഗ് വന്നു കഴിഞ്ഞ് അവൾ നിങ്ങളുടെ അടുത്ത് വന്ന് ട്രീറ്റ്മെന്റ് എടുത്തതല്ലേ, വേണമെങ്കിൽ അന്നേ നിങ്ങൾക്ക് മുൻകരുതൽ എടുക്കാമായിരുന്നല്ലോ. ഇതിനൊക്കെ ഇവൻ എന്ത് മറുപടി പറയാനാണ്? ശരിയാണ്, ഇവന്റെ ഭാഗത്തും തെറ്റുണ്ട്. എമിലിക്ക് ഇത്തരത്തിൽ ഇത്ര സീരിയസ് ആയിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റ് വന്നപ്പോൾ അതിനെ കാര്യമായി ട്രീറ്റ് ചെയ്യേണ്ടതായിരുന്നു. അന്ന് അതിന് പറ്റിയില്ല. ഇനി ഒരു മിസ്റ്റേക്ക് പറ്റിക്കൂടാ എന്ന് തീരുമാനിച്ച് എമിലിക്ക് ഈ മെഡ് സജസ്റ്റ് ചെയ്ത എമിലിയുടെ ഫ്രണ്ടിനെ തേടി പോകുന്നു. എമിലി പറഞ്ഞിരുന്നത് അവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ജൂലിയ എന്നൊരു സുഹൃത്താണ് അവൾക്ക്
അബ്ലിക്സ മരുന്നിനെ പറ്റി പറഞ്ഞു കൊടുത്തതെന്നായിരുന്നല്ലോ. അവിടെയാണ് അടുത്ത ട്വിസ്റ്റ്. എമിലിയുടെ കമ്പനിയിൽ ജൂലിയ എന്നൊരാൾ വർക്ക് ചെയ്യുന്നില്ല എന്ന്. അതായത് എമിലി കള്ളം പറഞ്ഞതാണ്. അബ്ലിക്സ മെഡിസിൻ യൂസ് ചെയ്യാൻ വേണ്ടി അവൾ ഉണ്ടാക്കി പറഞ്ഞൊരു കഥ മാത്രമാണത്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഒരു കേസ് എന്ന് പറയുന്നത് അബ്ലിക്സ മെഡിസിൻ കമ്പനി അബ്ലിക്സ എന്ന മെഡിസിൻ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മീഡിയാസിലൂടെയും ബിൽബോർഡ്സ് ആയിട്ടും വലിയ രീതിയിൽ അവർ പ്രൊമോഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിപ്രഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന, മെഡിസിൻ കഴിച്ചിട്ടും കുറേ സൈഡ് എഫക്ട്സ് കാരണം ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന നമ്മുടെ എമിലി അതൊക്കെ കണ്ട് കൺവിൻസ് ആയിട്ടുണ്ടാവാം. അബ്ലിക്സ മെഡിസിൻ ഉണ്ടാക്കുന്ന കമ്പനിയുടെ പരസ്യങ്ങളും അവരുടെ വാഗ്ദാനങ്ങളും ഒക്കെ കണ്ട് കണ്ണ് മഞ്ഞളിച്ചിട്ട് ഒരുപക്ഷേ ഈ മെഡിസിൻ കഴിച്ചാൽ താൻ ഭേദമാകുമെന്ന് അവൾ തന്നെ തീരുമാനിച്ച് അവളുടെ മനോനില കാരണം അങ്ങനെ സജസ്റ്റ് ചെയ്തതാവാം. അങ്ങനെ ജൂലിയ എന്നൊരു വ്യക്തി തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കഥ ഉണ്ടാക്കി പറഞ്ഞതായിക്കൂടെ? അങ്ങനെ ഒരു പോസിബിലിറ്റി ചിന്തിക്കാം. പക്ഷേ എമിലിക്കുണ്ടായ കാർ ആക്സിഡന്റിനെ പറ്റി നമ്മുടെ ഹീറോ കാര്യമായിട്ട് അന്വേഷിച്ചപ്പോൾ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച് കാർ ഇടിച്ചു കയറ്റി അവള് സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നു എന്നാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി പറയുന്നത്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? മരിക്കാൻ തീരുമാനിച്ചവള് പ്രോപ്പറായിട്ട് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് എയർ ബാഗ് ഒക്കെ ഉള്ള കാറിലെല്ലാം സെറ്റ് ചെയ്തിട്ട് പോയി അങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കിയത്. എമിലിയെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ പുള്ളിക്കാരി കാണിച്ചു കൂട്ടിയതെല്ലാം ഒരു ഡ്രാമ ആയിക്കൂടെ? സംശയങ്ങളൊക്കെ തീർക്കണമല്ലോ. ജോൺ എമിലിയെ മീറ്റ് ചെയ്യാൻ സൈക്കാട്രി സെന്ററിൽ ചെന്നു. ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചോദിക്കാതെ അവളെ ഒന്ന് കംഫർട്ടാക്കി എങ്ങനെയുണ്ട്, എങ്ങനെ പോകുന്നു കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവളും എല്ലാം ഓക്കെയാണ്, ഞാൻ ഭയങ്കര ഓക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നു, ഇനി ധൈര്യമായിട്ട് എന്നെ പുറത്തു വിടാം, എന്തായാലും ആരെയും കത്തിയെടുത്ത് കുത്തി കൊല്ലൂല എന്നുള്ള മട്ടിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇതിനിടെ ഡോക്ടർ ജോൺ, അല്ല നിന്നെ കാണാൻ നിന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ജൂലിയ വന്നില്ലേ? ഡോക്ടർ ജൂലിയ എൻ്റെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്തതല്ല, ഞാൻ നേരത്തെ ഒരു പബ്ബിൽ ഒരു ബാറിൽ വർക്ക് ചെയ്ത കാര്യം പറഞ്ഞില്ലേ, അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാ. അത് ശരി, അങ്ങനെ വരട്ടെ. അപ്പോൾ ശരിക്കും ജൂലിയ എന്ന് പറയുന്നൊരു പേഴ്സൺ ഉണ്ടാവാം. ഈ ഓഫീസിലാണ് വർക്ക് ചെയ്തതെന്നുള്ളത് ഇദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണ മാത്രമായിരുന്നു. പിന്നെ ആക്സിഡന്റ് ഉണ്ടായ ദിവസം സ്വാഭാവികമായിട്ടും കാറിൽ കയറി സീറ്റ് ബെൽറ്റ് ഇട്ട് അത് ശീലമായിട്ടുണ്ടാവാം, അതുകൊണ്ട് സീറ്റ് ബെൽറ്റ് ഇട്ടതായിരിക്കാം. അന്ന് ആ ഇൻസിഡന്റിനെ പറ്റി ചോദിച്ചപ്പോൾ എമിലി പ്രത്യേകം പറയുന്നുണ്ടായിരുന്നല്ലോ, അതായത് ഒരു നിമിഷം എൻ്റെ കയ്യിൽ നിന്ന് പോയപ്പോഴാണ് എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയതെന്ന്. ഒരുപക്ഷെ കാറിനകത്ത് കയറി കഴിഞ്ഞിട്ടായിരിക്കും പുള്ളിക്കാരിക്ക് അങ്ങനെ മനസ്സ് മാറിയത്. പാവം പിടിച്ച നമ്മുടെ കൊച്ചിനെ സംശയിച്ച്. ഏതായാലും തിരികെ ചെല്ലുന്ന ഹീറോയെ കാത്ത് കുറച്ച് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. നേരത്തെ ഒരു കമ്പനി അവരുടെ മരുന്ന് പ്രൊമോട്ട് ചെയ്യാൻ ഇദ്ദേഹത്തെ ഏൽപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ. ഈ കേസും പ്രശ്നങ്ങളും ഒക്കെ ആയി ഇദ്ദേഹം അതിൽ ശ്രദ്ധിക്കാതായതോടെ അവർ ഇദ്ദേഹത്തെ ടെർമിനേറ്റ് ചെയ്യുവാണ്. വന്നു കയറിയ ഭാഗ്യം ആ വഴിക്ക് അങ്ങ് പോയല്ലോ. അവിടെ വെച്ച് ഈ കാര്യങ്ങളൊക്കെ അവരോട് ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തിൽ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായ അബ്ലിക്സ മെഡിസിൻ ഉണ്ടാക്കുന്ന കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് ഒരുപാട് കുറഞ്ഞിരുന്നു എന്നുള്ള കാര്യങ്ങൾ അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്ന കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് താഴെ വീഴുകയും അവർക്ക് കോമ്പറ്റീഷനായി വന്ന മറ്റൊരു കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് ഉയരുകയും ചെയ്തെന്ന്. സ്വാഭാവികമാണ്, മാർക്കറ്റ് ഇമോഷൻസ് അനുസരിച്ചിരിക്കും പെർഫോമൻസ് ഒക്കെ. ഇപ്പൊ തന്നെ ഒരു യുദ്ധം വന്നപ്പോൾ എന്താ അവസ്ഥയെന്ന് നമുക്കറിയാലോ. ഇതിൽ സംശയിക്കത്തക്കതായിട്ടൊന്നുമില്ലെങ്കിലും നമ്മുടെ ഹീറോ ഈ കാര്യങ്ങളൊക്കെ 9/11 അറ്റാക്കുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇപ്പോഴും കുറെ ആളുകൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന കോൺസ്പിറസി ഒക്കെ ഉണ്ടല്ലോ. 9/11 അറ്റാക്ക് പ്ലാൻഡ് ആയിരുന്നു, അതിന്റെ സൂചനയാണ് അന്ന് ആ ഒരു യുണൈറ്റഡ് എയർലൈൻസ് കമ്പനിയുടെ ഷെയർ പ്രൈസ് താഴെ പോയത്. അറ്റാക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പേ തന്നെ ഒരു സ്റ്റോക്ക് ഫേം യുണൈറ്റഡ് എയർലൈൻസിന്റെ പുട്ട് ഓപ്ഷൻസ് ഒരുപാട് വാങ്ങി വെച്ചിരുന്നു എന്നൊക്കെ. ശരിയാണ്, അന്ന് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ 9/11 അറ്റാക്ക് ഉണ്ടാകുന്നതിന് ഒരുപാട് നാൾ മുമ്പേ തന്നെ എയർലൈൻസ് ഒക്കെ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന സമയമായിരുന്നു. അന്ന് യുണൈറ്റഡ് എയർലൈൻസ് മാത്രമല്ല മറ്റ് എയർലൈൻസും ഇന്ധനവില ഉയർന്നതും യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞതും ഒക്കെ കാരണം വലിയ പ്രതിസന്ധിയിലൂടെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ആ സമയത്ത് അങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായി. പിന്നെ കോൺസ്പിറസിക്കാർക്ക് വേറൊന്നും വേണ്ടല്ലോ, കിട്ടുന്നത് എന്തെങ്കിലുമൊക്കെ വെച്ച് അവന്മാർ കണക്ട് ചെയ്ത് ചുമ്മാ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ നമ്മുടെ കഥയിൽ ജോണും ഏതാണ്ട് ഇതേപോലെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ്. പുള്ളിക്കാരൻ അന്നുണ്ടായ സംഭവങ്ങൾ പ്ലാൻഡ് ആയിരുന്നു എന്ന് പറയുന്ന പോലെ ഇപ്പോൾ അബ്ലിക്സയുടെ കേസിൽ സംഭവിക്കുന്നതും പ്ലാൻഡ് ആണ് എന്ന് പറയാണ്. അബ്ലിക്സ ഉണ്ടാക്കിയ മെഡിസിൻ കമ്പനി മാർക്കറ്റിൽ നന്നായിട്ട് പെർഫോം ചെയ്തപ്പോൾ അവരുടെ കോമ്പറ്റീഷനായി വന്ന കമ്പനി അബ്ലിക്സയെ തകർക്കാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പ്ലാൻ ചെയ്ത് ഇത്തരത്തിലൊരു വിവാദം ഉണ്ടാക്കിയതാവാം എന്ന് ഇദ്ദേഹത്തിന് സംശയം. കൊല്ലപ്പെട്ട മാർട്ടിൻ 4 വർഷം ജയിലിൽ കിടന്നത് ഇൻസൈഡർ ട്രേഡിംഗ് ചെയ്തതുകൊണ്ടാണല്ലോ. എല്ലാം കൂടെ കണക്ട് ചെയ്ത് ആലോചിച്ചപ്പോൾ എമിലിയെ തന്നെ സംശയം. എമിലി തന്നെ മെഡിസിൻ ചോദിച്ചു വാങ്ങുന്നു. മെഡിസിൻ സൈഡ് എഫക്റ്റ് ഉണ്ടായിട്ടും ഇതേ മെഡിസിൻ തന്നെ മതി എന്ന് പുള്ളിക്കാരി വാശി പിടിക്കുന്നു. സ്റ്റോക്ക് പ്രൈസിലെ ഫോൾ, ഇതെല്ലാം കൂടെ കൂട്ടി ആലോചിച്ച് എമിലിയിൽ നിന്ന് കുറേ സത്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് എന്നും മനസ്സിലാക്കി ഇദ്ദേഹം എന്ത് ചെയ്തെന്നോ, ട്രൂത്ത് സിറമില്ലേ, ഒരാളെ കൊണ്ട് ഉള്ള കാര്യം തുറന്നു പറയിപ്പിക്കാനുള്ള സിറം, അത് എമിലിയിൽ ഇഞ്ചെക്ട് ചെയ്ത് വെച്ച് അവളോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുവാണ്. ഇഞ്ചെക്ട് ചെയ്യുന്നത് ട്രൂത്ത് സിറമാണെന്നും കുറച്ച് സമയം കഴിയുമ്പോൾ അവൾ മയങ്ങിപ്പോയേക്കാമെന്നും ഇദ്ദേഹം നേരത്തെ തന്നെ അവളോട് പറഞ്ഞിരുന്നു. മരുന്ന് ഇഞ്ചെക്ട് ചെയ്ത് ആദ്യം കുറച്ച് ബേസിക് ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇവളുടെ കേസിനെ പറ്റിയും വിശദമായി ചോദിച്ച് മനസ്സിലാക്കുന്നു. നേരത്തെ പറഞ്ഞ അതേ ഉത്തരങ്ങളൊക്കെ തന്നെ, ഒന്നും പുള്ളിക്കാരി മറച്ചു വെച്ചിട്ടില്ല എന്ന് ഇതിന്ന് വ്യക്തമാണ്. മാർട്ടിനെ കൊന്നത് ഇവളാണ്, പക്ഷേ സ്വബോധത്തോടെ അല്ല ചെയ്തത്, അബദ്ധം പറ്റിപ്പോയതാണ്. അബദ്ധം പറ്റിയെന്ന് പോലും പറയാൻ പറ്റില്ല, ഇവൾക്ക് ബോധമില്ലായിരുന്നു, ഉറക്കത്തിലെ സ്ലീപ്പ് വോക്കിങ്ങിൽ സംഭവിച്ചു പോയതാണെന്ന്. അവനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു, എവിടുന്നും ലാഭം ഉണ്ടാക്കാനോ പണം ഉണ്ടാക്കാനോ അങ്ങനെ ഒരു ലക്ഷ്യത്തിൽ താൻ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരിയുടെ ബോധവും പോയി. ഇപ്പൊ ഇഞ്ചെക്ട് ചെയ്യുന്ന മെഡിസിൻ ഇങ്ങനെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ഈ പടം മൊത്തം സൈഡ് എഫക്റ്റ് ആണ്, അതുകൊണ്ടാണ് അങ്ങനെ പേര് വിട്ടത്. ഏതായാലും എമിലി അല്ല പ്രശ്നക്കാരി എന്ന് മനസ്സിലാക്കിയതും നമ്മുടെ ഹീറോ ഈ സെഷനിലെല്ലാം റെക്കോർഡ് ചെയ്തുകൊണ്ട് എന്നിട്ട് എമിലി തന്നെയാണ് പ്രശ്നക്കാരി എന്ന് അറിയിക്കുവാണ്. സാർ നിങ്ങൾ നോക്ക്, അവൾ പറയുന്നത് ശ്രദ്ധിക്ക്, അവൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് മയങ്ങി വീഴുന്നു. ഇത് കേൾക്കുന്ന ഓഫീസർ, ഡോക്ടർ ജോൺ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നേ? നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഡോക്ടർ മാറി നിങ്ങൾ പേഷ്യൻ്റ് ആയാ? ദേ ഇങ്ങോട്ട് നോക്ക്, ഞാൻ അവൾക്ക് ട്രൂത്ത് സിറം എന്ന് പറഞ്ഞു കൊടുത്തത് ഉപ്പുവെള്ളമാണ്. ഇത് കുത്തിവെച്ച് ആരും മയങ്ങി പോകാനൊന്നും പോകുന്നില്ല, അവൾ അഭിനയിക്കുവാണിത്.
ചെയ്ത്? നിർത്ത് ജോൺ, മതിയാക്കിയതൊക്കെ. കോർട്ടിൽ അവൾക്ക് രോഗമുണ്ടെന്ന് എത്ര സാക്ഷികൾ വന്ന് പറഞ്ഞു. അവളെ ഹെൽപ്പ് ചെയ്ത സെക്യൂരിറ്റി, പോലീസുകാരൻ, അവൾ ഡിപ്രഷനിലാണെന്ന് വെരിഫൈ ചെയ്ത് അവൾക്ക് മെഡിസിൻ കൊടുത്തത് നീയല്ലേ? കോടതി നിന്നോടെന്താ പറഞ്ഞേ? അവളെ ട്രീറ്റ് ചെയ്യണമെന്ന്. ട്രീറ്റ് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് അവളാണ് പ്രതി എന്നൊക്കെ വാദിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ കുഴപ്പമാവത്തേ ഉള്ളൂ. ഇതിപ്പോൾ ട്രേഡിംഗ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ഒരു കാര്യമില്ല. ഇതിനൊന്നും ഒരു തെളിവുമില്ല. എമിലിയുടെ സ്റ്റോക്ക് ഹോൾഡിംഗ് കൂടിയിട്ടില്ല, കൂടുതൽ പൈസ അക്കൗണ്ടിലോട്ട് വന്നിട്ടില്ല. നീ പറയുന്ന പോലെയൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളതിന് ഒരു തെളിവുമില്ല. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ഇതെല്ലാം നശിപ്പിച്ച് കളഞ്ഞേക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങ് നശിപ്പിച്ച് കളയാൻ പറ്റൂ? ഇത്രയും അന്വേഷിച്ച് ഇതൊക്കെ കണ്ടുപിടിച്ചതല്ലേ. മറ്റൊരു ഡോക്ടറിന്റെ സഹായത്തോടെ ഇതെല്ലാം വെരിഫൈ ചെയ്യാമെന്ന് തീരുമാനിച്ച് അങ്ങനെ ഒരു ഡോക്ടറെ അടുത്ത് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനും ഈ കേസിൽ ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമില്ലെന്ന്. കുറച്ച് നാളായിട്ട് ജോൺ ഒട്ടും ഓക്കെ അല്ല. ഇവൻ ഒരുമാതിരി അങ്ങ് സ്ട്രെസ്ഡ് ഔട്ട് ആണ്. തോന്നിയ പോലെ ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടുവാണ്. ഇപ്പം മെന്റലി അത്ര സ്റ്റേബിൾ അല്ലാത്തൊരു പേഷ്യന്റിനെ കണക്കാണ് ഇവൻ പെരുമാറുന്നത്. അതുകൊണ്ട് ഇതൊക്കെ കളഞ്ഞേക്ക്, ഈ കേസിന്റെ പുറകെ പോകണ്ട, ഇതെല്ലാം വിട്ടുകളാ, നിന്റെ ലൈഫ് നോക്കി മര്യാദയ്ക്ക് ജീവിക്കാനാണ് അദ്ദേഹത്തിന്റെയും അഡ്വൈസ്. നമ്മുടെ ജോണും മനസ്സിരുത്തി ആലോചിച്ചപ്പോൾ അത് തന്നെയാണ് ശരിയെന്ന് അവനും മനസ്സിലായി. ശരി, എല്ലാം വിട്ടേക്കാം. അതിനു മുമ്പ് ഒരു തവണ കൂടി അവളെ ഒന്ന് കാണണം. വൺ ലാസ്റ്റ് ടൈം എമിലിയെ മീറ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ച് പുള്ളിക്കാരിയെ കാണാൻ ചെന്നപ്പോൾ രജിസ്റ്ററിൽ വിക്ടോറിയയുടെ പേര്. ഡോക്ടർ വിക്ടോറിയ ഇവിടെ വന്ന് എമിലിയെ കണ്ടിട്ടുണ്ടെന്ന്. അതൊന്നും ചിന്തിക്കാൻ പോയില്ല. നേരെ വിക്ടോറിയയുടെ വീട്ടിലേക്ക് വണ്ടി തിരിച്ചു. നമസ്കാരം, എമിലിയെ കാണാൻ പോയായിരുന്നല്ലേ? അതേ പോയായിരുന്നല്ലോ. പോയി കണ്ടു, സംസാരിച്ചു. നീ എന്തിനാ അവൾക്ക് ട്രൂത്ത് സെറം ഒക്കെ കൊടുത്ത് ഓരോന്ന് ചോദിക്കുന്നേ? ഓൾറെഡി ഇങ്ങനെയൊക്കെ ആയൊരു കേസ്, ഇത് പിന്നെയും കോംപ്ലിക്കേറ്റ് ആക്കി ആ കൊച്ചിനെ ഇങ്ങനെ വിഷമിപ്പിക്കാതെ. നീ ഒരു ഡോക്ടറല്ലേ? അതിനെടുത്ത വായാലും നമ്മുടെ ജോൺ ആവട്ടെ. അതെ, ഞാൻ ഒരു ഡോക്ടർ ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ക്ലാരിറ്റി വരുത്തണമല്ലോ. എമിലിക്ക് ട്രൂത്ത് സെറം കൊടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞെട്ടിക്കുന്ന കുറെ കാര്യങ്ങൾ അവൾ എന്നോട് പറഞ്ഞു. ഇപ്പൊ എനിക്കറിയാം ആരാ ഇതിന് പുറകെ കളിച്ചതെന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം എന്നും പറഞ്ഞ് ഇങ്ങനൊരു പോക്ക്. സത്യം പറഞ്ഞാൽ ഇങ്ങർക്ക് പുതിയതായിട്ട് ഒന്നും അറിഞ്ഞുകൂടാ. എമിലി കൂടുതലായിട്ട് ഒന്നും പറഞ്ഞുമില്ല. എന്നാൽ വിക്ടോറിയ എമിലിയെ കാണാൻ അവിടെ ചെന്ന് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ സംശയമുണ്ടാക്കി. വിക്ടോറിയയും കൂടെ അറിഞ്ഞിട്ട് ഇവരെന്തോ പ്ലാൻ ചെയ്യുന്ന പോലെ തോന്നിയത് കൊണ്ട് ഒന്ന് ഹുക്കിട്ട് നോക്കിയതാണ്. ആൻഡ് വിക്ടോറിയ അതിൽ കയറി കൊളുത്തി നമ്മുടെ ഹീറോയ്ക്കിട്ട് പണിയാൻ വേണ്ടി. മുമ്പൊരിക്കൽ എമിലിയും ഡോക്ടർ ജോണും സംസാരിക്കുന്നതിൻ്റെയൊക്കെ ഫോട്ടോഗ്രാഫ്സ്, ട്രീറ്റ്മെന്റ് ഭാഗമായിട്ട് അവരെ സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെയൊക്കെ ഫോട്ടോഗ്രാഫ്സ് എടുത്ത് അതിന്റെ കൂടെ എമിലി ഇന്നേഴ്സിലുള്ള കുറച്ച് ഫോട്ടോസും കൂടെ മിക്സ് ചെയ്ത് ഡോക്ടർ ജോണിന്റെ ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തു. ഡോക്ടർ ജോൺ എന്തൊക്കെയോ സത്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവൻ മുന്നോട്ട് പോയാൽ തനിക്ക് പ്രശ്നമാണെന്ന് മനസ്സിലാക്കി. അവന്റെ ഫാമിലിയിൽ കുഴപ്പമുണ്ടാക്കാനും അതുപയോഗിച്ച് രക്ഷപ്പെടാനും വേണ്ടിയുള്ള ഇവളുടെ തന്ത്രമാണിത്. ആ തന്ത്രം കുറച്ചൊക്കെ വർക്കായി എന്നും പറയാം. കാരണം ഇതെല്ലാം കണ്ട ജോണിന്റെ ഭാര്യ ഇങ്ങേറെ ചെപ്പ നോക്കി ഒരെണ്ണം പൊട്ടിക്കുന്നുണ്ട്. ഇതിന്റെ പുറകിലെ സത്യാവസ്ഥ എന്തെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയം പോലും അദ്ദേഹത്തിന് കിട്ടിയില്ല. ഭാര്യ ഭയങ്കര കലിപ്പിലായിരുന്നു. ഇങ്ങനെയൊക്കെ ഇദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നും മുമ്പ് യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്ന ആ പെൺകുട്ടിയുടെ ആത്മഹത്യക്ക് കാരണം ഇദ്ദേഹം തന്നെയാവാം, ഇയാൾ ഇങ്ങനെ ഒരു സ്വഭാവക്കാരനാണെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇതൊക്കെ ചെയ്തു കൂട്ടിയ വിക്ടോറിയ ഇങ്ങേർക്ക് വോയിസ് മെയിൽ വായിച്ചിരുന്നു. എന്റെ ഈ ട്രീറ്റ്മെന്റ് എങ്ങനെയുണ്ട് ഡോക്ടറെ? നമുക്ക് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു കോഫി കുടിക്കാൻ വാ, കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് കുത്തി പറഞ്ഞേക്കുന്നു. ഇദ്ദേഹവും അവരെ മീറ്റ് ചെയ്യാൻ ചെല്ലുന്നുണ്ട്. വേറെ വഴിയില്ലല്ലോ. പുള്ളിക്കാരി ആവട്ടെ ഭീഷണിപ്പെടുത്തുവാണ്. ഡോക്ടറെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഫോട്ടോസ് നിങ്ങളുടെ വൈഫിന് അയച്ചു കൊടുത്തപ്പോൾ തന്നെ നിങ്ങളുടെ കുടുംബജീവിതം ഇങ്ങനെയൊക്കെയായി. ഞാനിതങ്ങ് മീഡിയാസിന് അയച്ചു കൊടുത്താലോ? പേഷ്യന്റുമായിട്ട് ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ, ഓൾറെഡി നിങ്ങൾക്ക് മേൽ ആരോപിക്കപ്പെടുന്ന കേസുകൾ, എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യിപ്പിക്കരുത്. ഈ കേസ് നമുക്ക് ഇവിടെ വെച്ച് വിടാം. ഇതുമായിട്ട് മുന്നോട്ട് പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടേക്കും. ഇതെല്ലാം കേട്ട് ഒരു നിമിഷം ജോണൊന്ന് സ്റ്റക്കായെങ്കിലും വിക്ടോറിയയുടെ അടുത്ത് ചെന്ന്, അത് പിന്നെ വിക്ടു, എമിലി എല്ലാ കാര്യവും എൻ്റെ അടുത്ത് പറഞ്ഞു. പണത്തിന് വേണ്ടിയാണല്ലോ ഇതൊക്കെ ചെയ്തത്. എല്ലാം എനിക്കറിയാം. ഇതൊക്കെ ഞാൻ പുറത്തു കൊണ്ടുവരും. ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കുമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അവിടുന്ന് തിരികെ പോവാണ്. വിക്ടോറിയയെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. പുള്ളിക്കാരി പുറകെ ചെന്ന് ബാഗ് വെച്ച് ഇവനെ അടിക്കുന്നൊക്കെ ഉണ്ട്. ജോൺ പറയുന്ന കേക്ക് പ്രശ്നമാക്കരുത്. ഞങ്ങൾക്ക് നിന്നെ ഉപദ്രവിക്കണമെന്നൊന്നുമില്ല. അവളൊന്ന് പുറത്തിറങ്ങിക്കോട്ടെ. ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ടേലൊക്കെ പൊക്കോളാം. നിനക്ക് ഒരു ഉപദ്രവം ഉണ്ടാക്കത്തില്ല. നമ്മുടെ ജോൺ ഇതിന് മറുപടി ഒന്നും പറയുന്നില്ല. കാരണം ഇവരിത് എന്തിനെ പറ്റിയൊക്കെ ഈ പറയുന്നത് ഇവന് ക്ലാരിറ്റി ഇല്ല. ഒരു കാര്യം ഉറപ്പ്, വിക്ടോറിയയും എമിലിയും രണ്ടാളും ഒരുമിച്ചാണ് എന്തൊക്കെയോ ഒപ്പിച്ചിട്ടുള്ളത്. ആദ്യം അത് എന്താണെന്ന് കണ്ടുപിടിക്കണം. തെളിവ് സഹിതം രണ്ടാളെയും അകത്താക്കണമല്ലോ. നേരെ സൈക്കാട്രി സെന്ററിൽ ചെന്ന് എമിലിയെ മീറ്റ് ചെയ്തു. അവളുടെ മുന്നിൽ വെച്ച് നേരത്തെ വിക്ടോറിയ ഇദ്ദേഹത്തിന് അയച്ച വോയിസ് മെയിലുണ്ടല്ലോ, അത് ജസ്റ്റ് മുഴുവനായിട്ട് കേൾപ്പിക്കാതെ ഒന്ന് പ്ലേ ചെയ്യുന്നുണ്ട്. എമിലിക്ക് ആകെ അങ്ങ് സംശയമായി. ഇതെന്താ ഏതാന്ന് പുള്ളിക്കാരി ചോദിച്ചപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി. സ്റ്റോക്ക് പ്രൈസിലെ കള്ളക്കളിയൊക്കെ മനസ്സിലായി എന്ന് അദ്ദേഹവും. മാത്രമല്ല, എമിലി ഇപ്പോഴും ഇവിടെ ഒരു പേഷ്യന്റ് ആണ്. അവളുടെ രോഗം മാറിയിട്ടില്ല. അതുകൊണ്ട് അവൾക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുമെന്നും പറഞ്ഞു വെച്ചു. ഇതെല്ലാം കേട്ട് പേടിച്ചിട്ട് എമിലി വിക്ടോറിയയെ കോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയം മറ്റൊരാൾ കോൾ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതിനിടെ കയറി ഇവളുടെ വെപ്രാളം കാരണം ബഹളം ഉണ്ടാക്കി. സൈക്കാട്രിക് സെന്ററിൽ കിടക്കുന്ന ഇവളിങ്ങനെ ബഹളം ഉണ്ടാക്കിയാൽ അവിടെയുള്ളവർ എന്ത് വിചാരിക്കും? ഇവൾക്ക് ഇളകിയെന്ന് വിചാരിച്ച് മരുന്നൊക്കെ കുത്തിവെച്ച് ബോധം കെടുത്തി. കുറച്ച് സമയം കഴിഞ്ഞ് ബോധമൊക്കെ തെളിഞ്ഞ് എമിലി എണീറ്റ് വന്ന് ജനാല വഴി പുറത്തേക്ക് നോക്കുമ്പോൾ വിക്ടോറിയ നടന്നു വരുന്നു. എന്നാൽ എമിലിയെ പോലും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ ഹീറോ വിക്ടോറിയയുടെ അടുത്ത് ചെന്ന് അവളോട് വളരെ കാഷ്വൽ ആയിട്ട് സംസാരിക്കുന്നു. തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് സംസാരിക്കുന്ന പോലെയാണ് ഇവൾക്ക് കാണാൻ പറ്റുന്നത്. എമിലി എല്ലാം നോക്കി കാണുന്നുണ്ടെന്ന് നമ്മുടെ ഹീറോയ്ക്ക് അറിയാം. അവള് കാണാൻ വേണ്ടി മനഃപൂർവ്വം അങ്ങനെ സംസാരിച്ചതാണ്. വിക്ടോറിയയോട് പറയുന്നതാവട്ടെ, ഇവർ രണ്ടാളും ചേർന്നുള്ള പ്ലാൻസ് എല്ലാം പിടികിട്ടി, നിങ്ങൾ പെട്ടു, അവള് മാപ്പ് സാക്ഷിയാവുന്നൊക്കെ. ഇതെല്ലാം കണ്ട് വിക്ടോറിയ തന്നെ ചതിക്കുകയാണെന്ന് കരുതുന്ന എമിലിയുടെ അടുത്തിൽ നിന്ന് നമ്മുടെ ഹീറോ അവൾക്ക് ഗുളിക കൊടുത്തു. ഇത് കഴിച്ചോ, ട്രീറ്റ്മെന്റിന് സമയമായിന്ന്. ഇപ്പൊ ഇവള് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഡോക്ടർ ജോണിനും കാര്യങ്ങളെല്ലാം മനസ്സിലായി. വിക്ടോറിയയും ഇയാളും കൂടെ ചേർന്ന് പ്ലാൻസ് റെഡിയാക്കിയെന്നാണല്ലോ. അതുകൊണ്ട് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഇവള് തുറന്നു പറയാം.
കള്ളി പുള്ളി തെറ്റാതെ എല്ലാം തുറന്നു പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് ചെയ്യിപ്പിക്കാതിരിക്കുമോ എന്ന് ചോദിക്കുവാണ്. ശരി, ഓക്കെ, നമ്മുടെ ഹീറോയും സമ്മതിച്ചു. അങ്ങനെ ഇവളുടെ കഥ കേൾക്കുന്നു. നമ്മുടെ എമിലിക്ക് അവളുടെ പേരൻസുമായിട്ട് അത്ര നല്ല ബന്ധമൊന്നുമല്ല. ഈ നാട്ടിൽ വന്ന് ബാറിൽ ജോലിക്ക് ഇരിക്കുന്ന സമയത്ത് മാർട്ടിനെ കണ്ടു, ഇഷ്ടപ്പെട്ടു, വിവാഹം ചെയ്തു. അവനൊരു അടിപൊളി പേഴ്സൺ ആണ്, ഒരുപാട് സമ്പാദിക്കുന്നുണ്ട്, ജീവിതം ഭയങ്കര അടിപൊളി ആയിരിക്കും എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് അവനൊരു സ്കാമർ ആണെന്നും ഇത്തരത്തിൽ കള്ളത്തരമൊക്കെ കാണിച്ചാണ് പൈസ ഉണ്ടാക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവൾ മനസ്സിലാക്കുന്നത്. മാർട്ടിൻ ജയിലിലായതും എമിലി ഡിപ്രഷനിൽ വീണുപോയി. അങ്ങനെയാണ് അവൾ വിക്ടോറിയയുടെ അടുത്തെത്തുന്നത്. എന്നാൽ അവിടെ ഇവളെ ട്രീറ്റ് ചെയ്യേണ്ട വിക്ടോറിയ ആവട്ടെ, പുള്ളിക്കാരി ആ സമയം ഡിപ്രഷനിലായിരുന്നു. അവരുടെ ഹസ്ബൻഡ് വളരെ മോശപ്പെട്ട ഒരു വ്യക്തിയായിരുന്നെന്ന്, നല്ല രീതിയിൽ നിന്ന് ട്രീറ്റ് ചെയ്യത്തില്ലായിരുന്നു, അവരെ ഉപദ്രവിക്കുമായിരുന്നു എന്നൊക്കെ. എമിലിയുടെ പ്രശ്നങ്ങൾ കേൾക്കുക മാത്രമല്ല, വിക്ടോറിയ അവളുടെ പ്രശ്നങ്ങൾ എമിലിയോടും ഷെയർ ചെയ്തു. അങ്ങനെ ഇരുവരും തമ്മിലൊരു കണക്ഷൻ ഉണ്ടായി. രണ്ടാളും റിലേഷനിലായി മുന്നോട്ട് ഒന്നിച്ച് ജീവിക്കാമെന്ന് തീരുമാനിച്ചു. അതിനിവർക്ക് ഒരുപാട് പണം വേണം. പണം ഉണ്ടാക്കാനുള്ള വഴി ഓൾറെഡി നമ്മുടെ എമിലിക്ക് അറിയാം. മാർട്ടിൻ ചെയ്തു വെച്ച ഉഡായിപ്പ് എങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് അവൾക്കറിയാം. സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റിയാൽ, ആളുകളുടെ ഇമോഷൻസ് ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചാൽ ഇവർക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഇരുവരും ചേർന്ന് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കി. മാർട്ടിന്റെ പണത്തെ സ്നേഹിച്ച എമിലിക്ക് മാർട്ടിനെ കൊല്ലാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. പ്ലാൻസ് ഒക്കെ പക്കായിരുന്നു. ചുറ്റുപാടുള്ള പല ആളുകൾക്കും എമിലിക്ക് പ്രശ്നമാണ് എന്ന് മനസ്സിലാവണം. ആ രീതിയിൽ അവരുടെ മുന്നിൽ ബിഹേവ് ചെയ്യണം. പാർക്കിംഗ് ലോട്ടിലെ സെക്യൂരിറ്റി ആവട്ടെ, റെയിൽവേ സ്റ്റേഷനിലുള്ള പോലീസുകാരനാവട്ടെ, ഇവരെയൊക്കെ ഇവളുമാർ പ്ലാൻ ചെയ്ത് ഇതിൽ ഇൻവോൾവ് ആക്കിയതാണ്. അവർ പോലും അറിയാതെ അവർ കള്ളം പറയുകയായിരുന്നു. എമിലിയുടെ പ്ലാനിൽ പെട്ട് എമിലിക്ക് വേണ്ടി സാക്ഷി പറഞ്ഞുപോയി. അബ്ലിക്സ മരുന്നിന് ഇവർ പറയുന്ന വിധത്തിലുള്ള സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. സൈഡ് എഫക്ട്സ് ഉണ്ട് എന്ന രീതിയിൽ വിക്ടോറിയ ഫേക്ക് ആർട്ടിക്കിൾ എഴുതിയതാണ്. പിന്നെ എമിലി വെറുതെ അഭിനയിക്കുമായിരുന്നില്ല. അവിടുന്ന് കെട്ടിയതാൽ കോടതിയിൽ നമ്മുടെ ഹീറോ ആവട്ടെ എമിലിയെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. അവളുടെ രോഗങ്ങളൊക്കെ ഭേദമായി വരുന്നു. ഇനി കുറച്ച് സെഷൻസ് കൂടെ ഉണ്ടാകും. അതിനൂടെ ഗ്രീൻ കാർഡ് കിട്ടിയാൽ പുള്ളിക്കാരി ഫ്രീ ആണ്. വിക്ടോറിയ നോക്കുമ്പോൾ ഇവനെന്താ ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ, നേരത്തെ ഇങ്ങനെയൊന്നല്ലല്ലോ പറഞ്ഞത്. ഓ, ചിലപ്പോൾ മാഡത്തിന്റെ ഭീഷണി ഏറ്റിട്ടുണ്ടാവും. വീട്ടിൽ പോയി ചിന്തിച്ചപ്പോഴായിരിക്കും സംഭവം പിടികിട്ടിയത് എന്നുള്ള മട്ടിലായി. എന്തായാലും ഇവ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് പുള്ളിക്കാരിക്ക് ദോഷമൊന്നുമില്ലല്ലോ, ഗുണമല്ലേ ഉള്ളൂ. അങ്ങനെ കേസ് ഓൾമോസ്റ്റ് അവസാനിച്ചു എന്ന് പറയാം. ഇതിനുശേഷം എമിലി വിക്ടോറിയയെ കാണാൻ ചെല്ലുന്നുണ്ട്. പുള്ളിക്കാരി ഇപ്പോഴും വിചാരിക്കുന്നത് എല്ലാം ഓക്കെയാണ്, എല്ലാം പ്ലാൻ പ്രകാരം നടന്നു, ഇനി രണ്ടാൾക്കും എവിടെയെങ്കിലും പോയി സമാധാനമായിട്ട് ജീവിക്കാന്നൊക്കെയാണ്. ആ ഒരു സന്തോഷത്തിൽ എമിലി അങ്ങനെ കിസ് ചെയ്ത് വരുമ്പോഴാണ് എമിലിയുടെ ശരീരത്ത് മൈക്സ് കണക്ട് ചെയ്തിരുന്ന കാര്യം ഈ പുള്ളിക്കാരി ശ്രദ്ധിക്കുന്നത്. പ്ലാനായിരുന്നു, വിക്ടോറിയ ട്രാപ്പിലാക്കാനുള്ള പ്ലാനായിരുന്നു. വിക്ടോറിയ തന്നെ ചതിച്ചു എന്ന് കരുതി എമിലി ഇതിനെല്ലാം സമ്മതിച്ചു. അങ്ങനെ വിക്ടോറിയ പെട്ടു. എമിലിയെ നമ്മുടെ ഹീറോ വെറുതെ അങ്ങ് വിടുന്നില്ല. ബാക്കിയുള്ള സെഷനിൽ പുള്ളിക്കാരി വീണ്ടും അബ്നോർമലായിട്ട് ബിഹേവ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുത്ത് അവളെയും ട്രാപ്പിലാക്കി. അവൾ ഇതിൽ കൂടുതലൊന്നും ഡിസേർവ് ചെയ്യുന്നില്ലല്ലോ. കുറേ കാലം അസുഖമാണ്, ബുദ്ധിമുട്ടാണെന്നൊക്കെ അഭിനയിച്ചതല്ലേ. ഇനിയിപ്പോൾ ട്രീറ്റ്മെന്റിൽ കിടന്ന് കുറേ നാൾ ഷോക്ക് അടിച്ച് ശരിക്കും അസുഖം വരട്ടെ. ഏതായാലും ഉഡായിപ്പ് കാണിക്കാൻ നോക്കിയ രണ്ടവളുമാരെയും കുടുക്കി നമ്മുടെ ഹീറോ ഹാപ്പി ആയിട്ട് അദ്ദേഹത്തിന്റെ ഫാമിലിയോടൊപ്പം അങ്ങനെ ജീവിക്കുന്നത് കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത്. എല്ലാ സുഹൃത്തുക്കൾക്കും സിനിമ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. തീർച്ചയായും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തറിയിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം. ഇതുപോലെയുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമകൾ കാണാൻ താല്പര്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി മറ്റൊരു ദിവസം മറ്റൊരു നല്ല സിനിമയുടെ കഥയുമായി വരാം. ടേക്ക് കെയർ.